ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ബീഫ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാല, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് കുക്ക് ആവുകയും ചെയ്യും. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫെല്ലാം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ഇതൊക്കെ 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഓരോ കുക്കർ അനുസരിച്ചും ബീഫ് അനുസരിച്ചും ചിലപ്പോൾ വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. കുക്കർ ഓപ്പൺ ചെയ്യാം. ബീഫൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്തും പെരുംജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള സ്ലൈസ് ചെയ്തെടുത്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സ്റ്റോക്കോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് മാറ്റാം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അങ്ങനെ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നെയ്ച്ചോറിൻ്റെ കൊടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.